മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ അതിരൂക്ഷ പരാമർശവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുമ്പത്തെ പാണക്കാട് തങ്ങളെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു. ഇപ്പോഴത്തെ സാദിഖ് അലി തങ്ങളെ പോലെയല്ല. സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെയാണ് പെരുമാറുന്നതെന്നും പിണറായി പാലക്കാട് പറഞ്ഞു. മുനമ്പത്തെ വഖഫ് ഭൂമി തർക്കത്തിൽ പ്രതിഷേധ ചങ്ങല തീർത്ത് ഭൂസംരക്ഷണ സമിതി. സമരത്തിന്റെ 36-ാം ദിവസമാണ് മുനമ്പം കടൽത്തീരം മുതൽ ചെറായി വരെ മനുഷ്യച്ചങ്ങല തീർത്തത്. മുനമ്പം നിവാസികളടക്കം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യവുമായി എത്തി. ഈ മാസം 22-ന് സർക്കാർ ഉന്നതതല യോഗം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അനുകൂല നിലപാടുണ്ടാകുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകാനാണ് മുനമ്പം നിവാസികളുടെ തീരുമാനം. സമസ്ത ഇ കെ വിഭാഗത്തിന് പിന്നാലെ വഖഫ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി കാന്തപുരം AP വിഭാഗവും. മുനമ്പത്തും ചാവക്കാടും തലപ്പുഴയിലും അടക്കം വഖഫ് സ്വത്തുക്കൾ കള്ളക്കച്ചവടം നടത്തിയെന്ന് AP വിഭാഗം മുഖപത്രം സിറാജിലെ ലേഖനം. വഖഫ് സ്വത്ത് തിരിച്ചുപിടിക്കണമെന്നും കുറ്റം ചെയ്തവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും സിറാജ് ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി. സീപ്ലെയിൻ പദ്ധതിക്കെതിരെ ആലപ്പുഴയിലെ CPIM MLAയും CPI ജില്ലാ സെക്രട്ടറിയും ഉൾപ്പെടുന്ന ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി. പദ്ധതി നടപ്പാക്കുന്നതിന് മുൻപ് മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തണം. തൊഴിലാളികളുടെ ആശങ്ക പരിഹരിക്കണം. വികസനത്തിന് തടസ്സമുണ്ടാക്കുന്ന ഒരു സമീപനവും മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. പക്ഷേ തൊഴിലിടങ്ങളും ഉപജീവന മാർഗവും സംരക്ഷിക്കപ്പെടണം. യോഗം ചേരുന്നതുവരെ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിനുള്ള നടപടി സ്വീകരിക്കരുതെന്നും ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വയനാട് മുട്ടിലിൽ ഭക്ഷ്യവിഷബാധയെന്ന് പരാതി. WO UP സ്കൂളിലെ 18 വിദ്യാർത്ഥികളെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. LP സ്കൂൾ വിദ്യാർത്ഥികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ സ്കൂളിൽ പരിശോധന നടത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർക്കെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി AK ഷാനിബ്. പാലക്കാട് തികഞ്ഞ വർഗീയത മാത്രം പറഞ്ഞ ഒരാൾ നിലപാട് മാറ്റാതെ കോൺഗ്രസിലെത്തിയെന്ന് വിമർശനം. വർഗീയ പരാമർശം തിരുത്താതെ കൂടെ ഇരുത്തില്ലെന്ന് പറയാനുള്ള നട്ടെല്ല് VD സതീശനില്ലെന്നും AK ഷാനിബ് പറഞ്ഞു. വയനാട് ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ മൗനം അപകടകരമെന്ന് മന്ത്രി K രാജൻ. ജനാധിപത്യത്തിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത മൗനമാണ്. ഭരണഘടനയുടെ കീഴിൽ എന്തും ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ കരുതരുത്. കേന്ദ്രം കേരളത്തെ ഒറ്റപ്പെടുത്താനാണ് നീക്കമെങ്കിൽ ഒറ്റക്കെട്ടായി നേരിടുമെന്നും K രാജൻ പറഞ്ഞു. അയ്യപ്പ ഭക്തർക്ക് യാത്രാ തടസ്സമുണ്ടാകാത്ത രീതിയിൽ സർവീസ് ക്രമീകരിച്ചു KSRTC. ആദ്യഘട്ടത്തിൽ 383 ബസ്സും രണ്ടാം ഘട്ടത്തിൽ 550 ബസ്സുകളും സർവീസ് നടത്തും. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസ് ഓരോ മിനിറ്റിലും ഉണ്ടാകും. തിരക്കനുസരിച്ച് കൂടുതൽ ബസ്സുകൾ ഓടിക്കും. 200ഓളം ദീർഘദൂര സർവീസുകളും വിവിധ ഡിപ്പോകളിൽ നിന്ന് പമ്പയിലേക്ക് നടത്തി. തിരക്കനുസരിച്ച് കൂടുതൽ സർവീസുകൾ നടത്തുമെന്നും അധികൃതർ. ഇടുക്കി മൂന്നാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. തെന്മല എസ്റ്റേറ്റ് ലോവർ ഡിവിഷൻ സ്വദേശി മീനയ്ക്കാണ് പരിക്കേറ്റത്. തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് മീനയെ കാട്ടുപോത്ത് ആക്രമിച്ചത്. മീന മൂന്നാർ ടാറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ്.